ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷൂസ് റൈമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എരുന്തിൻ്റെ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. എരുന്ത് അല്ലെങ്കിൽ കക്കയിറച്ചി എന്ന് പറയും. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ചെറിയൊരു ക്വാണ്ടിറ്റി എരുന്തെടുത്തിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഞാൻ 1 കിലോ എരുന്താണ് എടുത്തത്. തോടോട് കൂടിയ എരുന്ത് 1 കിലോ കേട്ടോ. അത് ഒന്ന് നല്ലോണം കഴുകിയതിന് ശേഷം ഒരു1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമ്മൾ ഗ്യാസിൽ തിളപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ എരുന്ത് തുറന്ന് വരും. ആ തുറന്ന് വന്ന എരുന്താണ് അത്. അതിന് ശേഷം അത് വിടർത്തിയെടുത്തതാണത്. ഓക്കെ. പിന്നെ അതിൽ തിളപ്പിച്ച ആ വെള്ളവും ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 സവാള നീളങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 1 തക്കാളി, അതേമാതിരി ഇഞ്ചി കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കറിയില, കുറച്ച് മല്ലിയില, 1 പച്ചമുളക് ചീന്തി വെച്ചിട്ടുണ്ട്. ഒന്നല്ല, ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ എരിവ് അനുസരിച്ച് നമുക്ക് മാറ്റാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒക്കെ എരുന്തിൻ്റെ സീസണാണ്, ഒരുപാട് മേടിക്കാൻ കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എരുന്തിനെ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ തോരൻ എന്ന് പറയില്ലേ അത്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അതും എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. ചാനലൊന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, വീഡിയോസ് അപ്ലോഡ് ചെയ്ത്. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കുക. അപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ, കാരണം എരുന്തിന് ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഭയങ്കര ഇതായി പോകരുത്. അപ്പോൾ ലേശം ഇട്ടാൽ മതി. എരുന്ത് ഞാൻ പറഞ്ഞല്ലോ തോടോട് കൂടി എരുന്താട്ടോ 1 കിലോ എടുത്ത്. അത് നന്നാക്കി നമ്മൾ മാറ്റി വെച്ചപ്പോൾ കണ്ടില്ലേ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് അടച്ച് വേവിക്കാം. കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. അപ്പോൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/4 സ്പൂൺ മുളക് പൊടി, അതേമാതിരി ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാലേൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി പുഴുങ്ങിയെടുത്ത് വെച്ച എരുന്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് എരുന്ത് ചേർത്തെന്ന് കണ്ട 1 കിലോ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയാണോ ആൾക്കാരുള്ള അതിനനുസരിച്ച് നിങ്ങൾ എരുന്ത് മേടിക്കുമ്പോൾ ഇൻഗ്രീഡിയൻസും അതേമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എരുന്ത് പുഴുങ്ങാൻ നമ്മളെടുത്ത വെള്ളം ഉണ്ടല്ലോ, ഞാൻ മാറ്റി വെച്ചത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു കപ്പ് ഞാൻ എടുത്ത് വെച്ച ആ ഒരു കപ്പ് ഫുള്ള് ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വേവിക്കാം. ഈ വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കുമ്പോൾ അടിയിൽ പൂഴി ഊറി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അടിയിലേക്കുള്ള അധികം ഒഴിക്കണ്ട. ഓക്കെ. അപ്പോൾ ഞാൻ അടച്ചൊന്ന് വേവിച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂണാണ് ഞാൻ ചേർത്തുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ എരുന്ത് കഴുകുമ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. നല്ലോണം കഴുകിയാലേ ആ പൂഴിയൊക്കെ പോവുള്ളൂ. അപ്പം അതെന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ആ പൂഴി കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ചേർത്ത് ഞാൻ നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എരുന്ത് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്